ഹലോ വെൽക്കം ബാക്ക് ടു ആൻലിൻസ് ക്ലാസ്സസ്. നമ്മളിന്നേ ബയോളജി എക്സാമിന് ഓണം എക്സാമിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ വേഗം പറഞ്ഞ് നമുക്ക് പോവാട്ടോ. നമുക്ക് എക്സാം അടിപൊളിയാക്കണം. ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്റർ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും അത് കണ്ടു പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. ഇതിൽ നമ്മൾ എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് പറഞ്ഞ് അതിലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വേഗം ഡിസ്കസ് ചെയ്ത് എക്സാമിന് വരാൻ ചാൻസ് ഉള്ളതെല്ലാം പറഞ്ഞു പോകും. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ചാപ്റ്ററാണ് ടു ലൈഫ് പ്രോസസ്സ് അല്ലേ. യെസ്, ടു ലൈഫ് പ്രോസസ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ തുടക്കത്തിലൊക്കെ എന്താ പഠിച്ചത്? യെസ്, നമ്മൾ ബയോമോളിക്യൂൾസിനെ പറ്റി പഠിച്ചു അല്ലേ. യെസ്, ഒരുപാട് മോളിക്യൂൾസ് നമ്മുടെ ബോഡിയിലുണ്ട്. കണ്ട, മെനി മോളിക്യൂൾസ്, ഒരുപാട് മോളിക്യൂൾസിൻ്റെ. എന്തിനാണ് നമ്മുടെ ബോഡിയിൽ ഇതേപോലെ ഒരുപാട് മോളിക്യൂൾസൊക്കെ? നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന സെല്ല് കൊണ്ടല്ലേ. സെല്ലിൻ്റെ സ്ട്രക്ചറിനും അതുപോലെ തന്നെ സെല്ലിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് മോളിക്യൂളുകൾ ആവശ്യമാണ്. ഈ മോളിക്യൂളുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് എലമെൻറ്റുകൾ വെച്ചിട്ടാണ്. നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ള എലമെൻറ്റ്സ് ഒക്കെ ഇല്ലേ? യെസ്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽഷ്യം, അങ്ങനത്തെ എലമെൻറ്റുകൾ വെച്ചിട്ടാണ് നമ്മുടെ മോളിക്യൂളുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഈ ഫസ്റ്റ് പറയുന്നത് കേട്ടോ. നിങ്ങൾ പഠിക്കണ്ട, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇനി അടുത്തത് പറയുന്നത് നിങ്ങൾ പഠിക്കണം. എന്താണ് ബയോമോളിക്യൂൾസ്? ബയോമോളിക്യൂൾസ് എന്ന് പറയുമ്പം എന്താണ്? നമ്മുടെ ലൈഫ് ഉണ്ടാക്കിയിരിക്കുന്ന ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്കുകളാണ്. നമ്മൾ പറയില്ലേ, വീട് ഉണ്ടാക്കുമ്പോൾ തറ കെട്ടുന്നു, എന്നിട്ടല്ലേ നമ്മൾ വീട് കെട്ടിപ്പൊക്കുക. അതേപോലെ നമ്മുടെ ഈ ഒരു ബോഡി ഉണ്ടാവണമെങ്കിൽ എന്താവശ്യമാണ്? ഇതേപോലെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് ബിൽഡിംഗ് ബ്ലോക്കുകളുണ്ട്. അതാണ് നമ്മുടെ ബയോമോളിക്യൂൾസ്. ഒരുപാട് ബയോമോളിക്യൂൾസ് കൂടിച്ചേർന്നിട്ടാണ് നമ്മുടെ ഈ ഒരു ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. യെസ്, ഏതൊക്കെയാണ് ആ ബയോമോളിക്യൂൾസ്? കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ്. 4 ബയോമോളിക്യൂൾസാണ് നമുക്കുള്ളത്. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്. യെസ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഈ 4 ബയോമോളിക്യൂൾസ് പഠിക്കണം. അതിൻ്റെ എക്സാമ്പിൾസ് എന്തായാലും പഠിക്കണം. ക്ലിയർ? ഇനി നിങ്ങളോടൊരു ആൻറ്റിബോഡീസ് എന്ത് ബയോമോളിക്യൂളാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാനറിയണം. ഓക്കെ, ആൻറ്റിബോഡീസ് എന്താണ്? പ്രോട്ടീൻസ് ആണ് എന്ന് പറയാനറിയണം. അതേപോലെ ഫാറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് ലിപ്പിഡ് ആണെന്ന് പറയാനറിയണം. സൂക്രോസ് എന്ത് ബയോമോളിക്യൂളാണെന്ന് ചോദിച്ചത് കാർബോഹൈഡ്രേറ്റ്സ് ആണ് എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. ഓക്കെ ആണോ? അപ്പോൾ അത് ക്ലിയർ ആയിട്ട് മാത്രം എന്ത് ചെയ്യുക, അടുത്തത് പഠിക്കുക. അപ്പോൾ നമ്മൾ ബയോമോളിക്യൂൾസ് ഒക്കെ നിങ്ങൾ അതിൻ്റെ പേരും എക്സാമ്പിൾസൊക്കെ പഠിച്ച് സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പഠിക്കും? എന്താണ് മെറ്റാബോളിസം അല്ലേ. മെറ്റാബോളിസം എന്താണെന്ന് പഠിച്ചില്ലേ നമ്മൾ? എന്താണ് മെറ്റാബോളിസം? പറഞ്ഞേ. മെറ്റാബോളിസം എന്താണ്? ഓൾ ദ കെമിക്കൽ റിയാക്ഷൻസ് ടുഗെദർ ടേക്കിംഗ് പ്ലേസ് അല്ലേ. ഒരു ഓർഗാനിസത്തിൽ നടക്കുന്ന, നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷനുകളെയും നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് മെറ്റാബോളിസം അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെറ്റാബോളിസം നമുക്ക് എത്ര എണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റും? യെസ്, 2 എണ്ണമായി ഡിവൈഡ് ചെയ്യാമെന്ന് പഠിച്ചു. ഏതൊക്കെയാണ്? ആനാബോളിസവും കാറ്റാബോളിസവും. ആനാബോളിസം എന്താണ്? മോളിക്യൂൾസ് എല്ലാം കൂടി ജോയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ആനാബോളിസം. അതൊരു ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് അല്ലേ. എന്താണ് കാറ്റാബോളിസം? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും മോളിക്യൂൾസിനെ പൊടിച്ച് പീസാക്കുക, ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മുടെ കാറ്റാബോളിസം. അപ്പോൾ മെറ്റാബോളിസത്തിന് 2 എണ്ണമായി ഡിവൈഡ് ചെയ്യുന്നു. അത് ഏതൊക്കെയാണ്? അത് ഡിഫൈൻ ചെയ്യാനായിട്ട് പഠിക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. പഠിച്ചില്ലേ? ഓക്കെ. ഇനി അടുത്തത് എന്താണ്? പഠിച്ച കാര്യം ഒന്ന് എന്താക്കുക, ഒരു ഫ്ലോ ചാർട്ടായിട്ടൊന്ന് എഴുതി നോക്കിയാലോ. ഇത് പഠിക്കണേ. ഓക്കെ, മെറ്റാബോളിസം 2 എണ്ണമായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആനാബോളിസം ഇവിടെ എന്ത് ചെയ്ത്? കാറ്റാബോളിസം. ഞാൻ ഫുൾ എഴുതുന്നില്ല കേട്ടോ, നിങ്ങൾ എഴുതണേ. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ അവർ തന്നിട്ടുണ്ട്. അത് എന്താണെന്ന് കണ്ടുപിടിച്ചാലോ. ഓക്കെ, പ്ലാന്റ്സ് സിന്തസൈസ് ഗ്ലൂക്കോസ്. സിന്തസൈസ് ഇങ്ങനത്തെ വേർഡൊക്കെ കണ്ടാൽ അതിൻ്റെ അർത്ഥം അവരെ ഉൽപ്പാദിപ്പിക്കുന്നു, ഉണ്ടാക്കുന്നു. അതെന്താണ്? ആനാബോളിസം ആണല്ലേ. ജോയിൻ ചെയ്യിക്കുകയാണ്. എന്തിനൊക്കെ ഇവിടെ ജോയിൻ ആക്കുന്നേ? ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. എങ്ങനെ? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉപയോഗിച്ചിട്ടെന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറൊക്കെ ഉപയോഗിച്ച് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. അത് എന്ത് പ്രോസസ്സാണ്? നിങ്ങൾ തന്നെ പറഞ്ഞേ. യെസ്, ഫോട്ടോസിന്തസിസ്. പ്ലാന്റ്സ് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ്. റൈറ്റ്. ഓക്കെ, അപ്പോൾ അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി
ബ്രേക്കിംഗ് ഡൗൺ ഓഫ് പ്രോട്ടീൻസ്. ഈ ബ്രേക്കിംഗ് ഡൗൺ, പൊടിക്കുക, അതെന്താണ്? കാറ്റാബോളിസം ആണ് അല്ലേ? ഓക്കെ, ഇവിടെ എന്താ? പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക. പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്താവും എന്നറിയോ? അമിനോ ആസിഡുകളായിട്ട് മാറും. ഒന്നുമില്ല, അമിനോ ആസിഡ്സ് കുഞ്ഞു കുഞ്ഞേ മോളിക്യൂൾസ് ആണ് കേട്ടോ. ഇതേപോലെ ഇരിക്കും. ഇങ്ങനെ ഒരുപാട് അമിനോ ആസിഡുകൾ ജോയിൻ ആയിട്ടാണ് നമ്മുടെ എന്തായിട്ട് മാറുന്നത്? പ്രോട്ടീൻസ് ആണ്. ഓക്കെ, പ്രോട്ടീൻ ആയിട്ട് മാറുന്നത്. ഈ കുഞ്ഞു കുഞ്ഞി ഞാൻ വരച്ചിട്ടില്ലേ, ഇതൊക്കെ നമ്മുടെ അമിനോ ആസിഡുകളാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പ്രോട്ടീനാണ് അല്ലേ? ഈ പ്രോട്ടീൻ നമ്മളിങ്ങനെ ബ്രേക്ക് ചെയ്ത് എന്തായിട്ട് മാറും? അമിനോ ആസിഡായിട്ട് മാറും. ഓക്കെ, അപ്പോൾ പ്രോട്ടീൻസ് ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സ് ഇവിടെ കാറ്റാബോളിസം. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നമുക്കിനി അടുത്ത് എന്താ പഠിക്കാനുള്ളത്? നമ്മൾ പഠിച്ച ബയോമോളിക്യൂൾസിലെ എൻസൈംസിനെയും ഹോർമോൺസിനെയും പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. എൻസൈംസും ഹോർമോൺസും ഏത് ബയോമോളിക്യൂളാണ്? ഏതാ? പഠിച്ചത് ഓർമ്മയില്ലേ? ഇവിടെ നോക്കിക്കേ, എൻസൈം ഏതാണ്? എൻസൈം പ്രോട്ടീനാണ്. ഹോർമോണും എന്താണ്? പ്രോട്ടീനാണ്. അപ്പോൾ എക്സാമിന് എൻസൈം എന്ത് ബയോമോളിക്യൂളാണെന്ന് ചോദിച്ചത് പ്രോട്ടീനാണ് എന്ന് പറയാനായിട്ട് പറ്റണം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എൻസൈംസിനെയും ഹോർമോൺസിനെയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് വേണം പോവാൻ കേട്ടോ. അതിൻ്റെ എക്സാമ്പിൾസ് മാത്രം ഞാൻ പറഞ്ഞു പോവാം. ഇതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഇനി എക്സാമ്പിൾസ് എന്തായാലും നോക്കണം. സലൈവയിൽ പ്രസൻ്റ് ആയിട്ടുള്ള എൻസൈമാണ് സലൈവറി എമൈലേസ്. ഇനി നമ്മുടെ വയറ്റിലൊക്കെ കാണുന്ന ഗാസ്ട്രിക് ജ്യൂസ് ഉണ്ട് അല്ലേ, അതിലുള്ള എൻസൈം ഏതാണ്? പെപ്സിൻ. പേര് പഠിക്കൂലേ? ഓക്കെ, ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ കാണാം കേട്ടോ. സലൈവ, എന്നിട്ട് 2 കുത്തിടും, എന്നിട്ട് അവർ തരും സലൈവറി എമൈലേസ്. ഞാൻ ഫുൾ എഴുതുന്നില്ല. എന്നിട്ട് അവർ ചോദിക്കും ഗാസ്ട്രിക് ജ്യൂസ് എന്ന് എഴുതും. എന്നിട്ട് അവിടെ എന്താ നിങ്ങളോട് എഴുതാൻ പറയും. എന്തെഴുതുക? പെപ്സിൻ. അത് എഴുതാനായിട്ട് പറ്റണം. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ സലൈവറി എമൈലേസ്, ഗാസ്ട്രിക് ജ്യൂസിൽ പെപ്സിൻ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ എൻസൈംസ് സെറ്റ് അല്ലേ? ഓക്കെ, അടുത്തതാണ് ഹോർമോൺസ്. ഹോർമോൺസിൽ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. എന്ത് എക്സാമ്പിൾസാണ് കൊടുത്തിരിക്കുന്നത്? നമ്മുടെ സെക്സ് ഓർഗൻസിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഹോർമോൺസ് ഉണ്ട് അല്ലേ? യെസ്, അതിൻ്റെ 3 എണ്ണത്തിൻ്റെ പേര് തന്നിട്ടുണ്ട്. ഇതിന്ന് വേണമെങ്കിൽ ഒരു ഓടൊക്കെ ചോദിക്കൂലേ നമുക്ക്? എന്താ പറയുക? ഫൈൻഡ് ഔട്ട് ദി ഓഡ് വൺ ഔട്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. യെസ്, ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ. പിന്നെ ഏതെങ്കിലും വേറൊരു ഹോർമോൺ തരും. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. അഡ്രിനാലിൻ, അങ്ങനെയൊക്കെ തരും. എന്നിട്ട് നിങ്ങളോട് പറയും ഓഡ് വൺ കണ്ടുപിടിക്കാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിച്ചൂടെ? സെക്സ് ഓർഗൻസിൽ സെക്സ് ഹോർമോൺസ് അല്ലാത്ത ഒരു എക്സാമ്പിൾ അതിലുണ്ടാവും. അതിനെന്തറിയണം? ആദ്യം ഏതാണ് സെക്സ് ഓർഗൻസിൻ്റെ ഫങ്ഷൻസ് നിയന്ത്രിക്കുന്ന ഹോർമോൺസ് എന്ന് നമുക്കറിയണം. അതിനെന്ത് ചെയ്യണം? ഈ പറഞ്ഞിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഇത് പഠിക്കണം. ഓക്കെ, അപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, TEP ഇതാണ് എന്ത്? സെക്സ് ഓർഗൻസിൻ്റെ ഫങ്ഷൻസ് നിയന്ത്രിക്കുന്ന ഹോർമോൺസ്. നമുക്കത് പെറ്റ് എന്ന് വിളിക്കാം. PET. ക്ലിയർ? പെറ്റ് എന്താണ്? P ഫോർ പ്രൊജസ്ട്രോൺ, E ഫോർ ഈസ്ട്രജൻ, T ഫോർ ടെസ്റ്റോസ്റ്റിറോൺ. അപ്പോൾ പെറ്റ് ഇത് ആലോചിച്ച് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും വരുവാണെങ്കിൽ അതെന്താണ്? ഓഡ് വൺ ആണ്. അങ്ങനെ വരുവാണെങ്കിൽ നോക്കണം കേട്ടോ. ഓക്കെ, ഞാനത് പറഞ്ഞു എന്നുള്ളൂ. ഇനി അടുത്ത് എന്താ നമ്മൾ പഠിച്ചത്? എന്താ? നമ്മുടെ ബോഡിയുടെ അകത്ത് ഒരുപാട് മോളിക്യൂൾസ് ഉണ്ട് അല്ലേ? അതേപോലെ ഔട്ട്സൈഡ് എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റ്, പുറത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ സംഭവം നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലേ? ഫോർ എക്സാമ്പിൾ ഓക്സിജൻ ആയാലും പുറത്തു നിന്നല്ലേ നമ്മുടെ ബോഡിക്ക് വരുന്നത്. അപ്പം അതൊക്കെ എങ്ങനെയാണ്? ഓക്സിജൻ മാത്രമല്ല കേട്ടോ, വേറെയും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെങ്ങനെയാണ് ഈ പറഞ്ഞ യൂണിസെല്ലുലാർ ഓർഗാനിസങ്ങളായാലും ആനിമൽസ് ആയാലും അതേപോലെ എന്താ പറയുക പ്ലാന്റ്സിലായാലും എങ്ങനെയാണ് ഔട്ട്സൈഡ് എൻവിയോൺമെൻറ്റിൽ നിന്ന് ബോഡിയിലോട്ട് എത്തുന്നത് എന്നാണ് നമ്മൾ അടുത്തത് പഠിക്കുന്നത്. ക്ലിയർ? അതിൽ യൂണിസെല്ലുലാർ ഓർഗാനിസങ്ങളുടെ കാര്യം ആദ്യം പറയുന്നത്. ഇൻ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എങ്ങനെയാ? യെസ്, അവരുടെ ഒരു സെല്ല് ഞാൻ വരയ്ക്കാം കേട്ടോ. സെല്ല് ഇതാണ്. ഇപ്പം ഞാൻ വരച്ചത് എന്തായിരിക്കും? അതിൻ്റെ സെൽ മെംബ്രെയിൻ അല്ലേ? ഏതൊരു സെല്ലായാലും ആ സെല്ലിനൊരു മെംബ്രെയിൻ ഉണ്ടാവും അല്ലേ? ഒരു പുറം പാളി പോലെ. യെസ്, അതിനകത്ത് ഉള്ള സ്ഥലമാണ്
സൈറ്റോപ്ലാസം നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഫ്ലൂയിഡ് പോലെയുള്ള സ്ഥലമാണ് സൈറ്റോപ്ലാസം. അതിനകത്ത് നമുക്ക് കുഞ്ഞു കുഞ്ഞു ന്യൂക്ലിയസ് പോലെയുള്ള സംഭവം, ന്യൂക്ലിയസ് യൂണിസെൽ ഓർഗാനിസത്തിന് ന്യൂക്ലിയസ് ഇല്ല അല്ലേ? പക്ഷെ ന്യൂക്ലിയസ് പോലൊരു സംഭവമുണ്ട്. റൈബോസോംസിന് നമുക്ക് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ പോട്ടെ. ഈ ഒരു സെൽ മെംബ്രെയിൻ ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട് അല്ലേ? ഒരു ഫ്ലൂയിഡ് പോലെയുള്ള അതിൻ്റെ അകത്തുള്ള സ്ഥലമാണ് സൈറ്റോപ്ലാസം. ആ സൈറ്റോപ്ലാസത്തിലോട്ട് എത്തണ്ടേ എന്തെങ്കിലും ഒരു വസ്തു. അപ്പോൾ ഈ പുറത്ത് നിന്നുള്ള ഒരു വസ്തു ഉണ്ട്. ആ വസ്തു എങ്ങനെയാണ് ഈ പറഞ്ഞ സ്ഥലത്തോട്ട് എത്തുക? എങ്ങനെയായിരിക്കും എത്തുക? യെസ്, ഈ സെൽ മെംബ്രെയിൻ വഴി സൈറ്റോപ്ലാസത്തിലേക്ക് പോവും. സിമ്പിൾ അല്ലേ? യൂണിസെല്ലുലാർ ഓർഗാനിസങ്ങളിൽ സബ്സ്റ്റൻസസ് ഫ്രം എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്, പുറത്തിൽ നിന്ന് എന്താണ് സൈറ്റോപ്ലാസത്തിലോട്ട് എങ്ങനെയാണ് വരുന്നത്? സെൽ മെംബ്രെയിൻ വഴി, ത്രൂ ദി സെൽ മെംബ്രെയിൻ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്തതാണ് ആനിമൽസ്. ആനിമൽസിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്? സബ്സ്റ്റൻസസ് റിസീവ്ഡ് ഫ്രം ദി എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് undergo certain changes and reach the extracellular fluid. From there it enters cytoplasm through the cell membrane. ഓക്കെ, ആനിമൽസിൽ ഇതൊരൊറ്റ സെല്ലേ ഉള്ളൂ അല്ലേ? ഒരൊറ്റ സെല്ലേ ഉള്ളൂ. ആനിമൽസിൽ അങ്ങനെയാണോ? അല്ല, ഒരുപാട് സെൽസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരുപാട് സെൽസ് ഉള്ളത് കൊണ്ട് ഈ സെൽസ് എന്താണ്? എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് എവിടെ എത്തുന്നറിയോ? ഈ സെല്ലുകൾക്കിടയിൽ കണ്ടോ നിങ്ങൾ ഈ ഫിഗറിൽ? ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തൊരു ക്ലാസ്സിൽ പറയുന്നുണ്ട്, പക്ഷെ ഇവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സമയമില്ല. അപ്പോൾ എന്താണ്? ഈ സെല്ലുകൾക്കിടയിൽ ഒരു സ്ഥലമുണ്ട്, അതിന് നമ്മൾ എക്സ്ട്രാ സെല്ലുലാർ, സ്ഥലമല്ല, അവിടെ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ഓക്കെ, സ്ഥലത്തിന് നമ്മൾ എക്സ്ട്രാ സെല്ലുലാർ സ്പേസ് എന്നൊക്കെയാണ് പറയുക. അവിടെ നമുക്ക് ഒരുപാട് ഫ്ലൂയിഡുകൾ കാണാം. അതിനെന്താ പറയും? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയും. അവിടേക്ക് ആദ്യം വരും, എന്നിട്ട് എന്താ ചെയ്യുക? ഇതിനകത്തോട്ട് പോവും. സിമ്പിൾ തന്നെ, നേരത്തെ പോലെ തന്നെയാണ്. ഈ പറഞ്ഞ മെംബ്രെയിൻ വഴി എങ്ങോട്ട് പോവും? സൈറ്റോപ്ലാസത്തിലോട്ട് പോവും. സിമ്പിൾ. ക്ലിയർ? ഓക്കെ, എന്ത് സബ്സ്റ്റൻസ് ആയാലും അതാദ്യം ഈ പറഞ്ഞ സെല്ലുകൾക്കിടയിലുള്ള എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലോട്ട് എത്തി, ആ ഫ്ലൂയിഡിൽ നിന്ന് സെൽ മെംബ്രെയിൻ കടന്ന് സെല്ലിൻ്റെ അകത്തോട്ട് എത്തി, സൈറ്റോപ്ലാസത്തിലോട്ട് എത്തി. ഇത്രയുള്ളൂ ആനിമൽസിൽ. പ്ലാന്റ്സിൽ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം. ഇതെന്തായാലും പഠിക്കണം. പ്ലാന്റ്സ് ആണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇതിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെന്തായാലും പഠിക്കണം. അപ്പോൾ ഈ പറഞ്ഞ പ്ലാന്റ്സിൽ 3 വിധത്തിലാണ് എന്താണ് എൻവിയോൺമെൻറ്റിൽ നിന്ന് സബ്സ്റ്റൻസസ് സൈറ്റോപ്ലാസത്തിലോട്ട് എത്തുന്നത്. അത് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത്തെയാണ് സെൽ വോള് കടന്ന് എക്സ്ട്രാ സെല്ലുലാർ സ്പേസസ് വഴി പോവും. എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലാന്റ്സിന് ആനിമൽസിന് ഇല്ലാത്തൊരു സംഭവമാണ് സെൽ വോൾ അല്ലേ? പ്ലാന്റ്സിന് സെൽ വോൾ ഉണ്ട്. അപ്പോൾ സെൽ വോൾ കടന്നിട്ട് എങ്ങനെ പോവും? സെല്ലുകൾക്കിടയിൽ കുറേ സ്പേസ് ഇല്ലേ? ഈ നീല കളറിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു പാത്ത് വേ നോക്കിയാൽ മതിയേ. ഓക്കെ, ഈ സെൽ വോൾ കടന്ന് സെല്ലുകൾക്കിടയിൽ ഒരുപാട് സെൽസ് ഇങ്ങനെ അടക്കി വെച്ചേക്കുക. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു കുഞ്ഞു ഗ്യാപ്പ് ഉണ്ട്, അതാണ് എക്സ്ട്രാ സെല്ലുലാർ സ്പേസസ്. അതുവഴി അങ്ങനെ പോവും. ഓക്കെ, അതാണ് ഒന്നാമത്തെ മാർഗം. രണ്ടാമത്തെ മാർഗം എന്താണ്? ത്രൂ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസ് കോൾഡ് പ്ലാസ്മോഡെസ്മേറ്റ ദാറ്റ് കണക്ട്സ് എഡ്ജസെൻറ്റ് സെൽസ്. രണ്ടാമത്തെ ഒരു വഴിയാണ് ഈ പറഞ്ഞ സെല്ലുകൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവും. ഇവിടുത്തെ നോക്കി, ഈ ഫിഗർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ സൂം ചെയ്ത് തരാം. ആ ഫിഗറിൽ 2 സെല്ല് എഡ്ജസെൻറ്റ് സെൽസ് എന്ന് വെച്ചാൽ അടുത്തടുത്ത് എടുക്കുന്ന സെല്ലുകൾ തമ്മിൽ ഒരു കണക്ഷൻ കണ്ടോ? ഒരു കുഞ്ഞൊരു കണക്ഷൻ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറയും. ഓക്കെ, ആ 2 അടുത്തടുത്ത് കിടക്കുന്ന സെല്ലുകൾ തമ്മിൽ കുഞ്ഞേ കണക്ഷൻ, അതാണ് പ്ലാസ്മോഡെസ്മേറ്റ. അതുവഴി അങ്ങ് പോവും. എവിടേക്ക്? സൈറ്റോപ്ലാസത്തിലോട്ട് എത്തും. ത്രൂ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസ്. സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസ് എന്ന് വെച്ചാൽ നോക്കി, റെഡ് കളറിൽ വരച്ചിരിക്കുന്നത് അതാണ്. നേരെ സെൽ വോൾ കടന്ന് പോയി ഈ പറഞ്ഞ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈറ്റോപ്ലാസത്തിലോട്ടാണ് നേരെ പോണേ. കണ്ട, ഈ പ്ലാസ്മോഡെസ്മേറ്റ വഴി നേരെ സെല്ലുകൾക്കിടയിലൂടെ പോയി നേരെ സൈറ്റോപ്ലാസത്തിലേക്ക് എത്തി. ക്ലിയർ ആയില്ലേ? അതാണ് രണ്ടാമത്തെ മാർഗം. പ്ലാസ്മോഡെസ്മേറ്റൊക്കെ എന്താണെന്ന് മനസ്സിലായില്ലോ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഫ്രം വൺ സെൽ ടു അനദർ ത്രൂ പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ വഴി നേരെ ഒരു സെല്ലിൽ നിന്ന് വേറെ സെല്ലിലോട്ട് ഇങ്ങനെ പോവും. സെൽ മെംബ്രെയിൻ, പ്ലാസ്മ മെംബ്രെയിൻ എന്ന് വെച്ചാൽ എന്താ? സെൽ മെംബ്രെയിൻ തന്നെ. സെൽ മെംബ്രെയിൻ എന്ന് വെച്ചാൽ എന്താണ്? ഇതൊരു സെല്ലാണ്.
ആ സെല്ലിൻ്റെ സെൽ മെംബ്രെയിൻ കടന്ന് ഇവിടെ എത്തി. ഇനി വേറെ സെല്ലിൻ്റെ സെൽ മെംബ്രെയിൻ കടന്ന് ഇങ്ങനെ ഓരോ സെൽ വഴി പോവും. ഓക്കെ, അങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയുക പ്ലാസ്മോഡെസ്മേറ്റ് ഒന്നും അവിടെ ഉണ്ടാവില്ല. പകരം എന്താ പറയുക ഓരോ സെല്ലിൻ്റെയും പ്ലാസ്മ മെംബ്രെയിൻ കടന്ന് നമ്മുടെ പ്ലാന്റിൻ്റെ സൈറ്റോപ്ലാസത്തിലോട്ട് എത്തും. ക്ലിയർ? അങ്ങനെ 3 മാർഗങ്ങളാണ് പ്ലാന്റ്സിൻ്റെ ഉള്ളത്. അതെന്തായാലും പഠിക്കണം. ഇനി അടുത്തത് പറയുന്നത് ഇൻറ്റേർണൽ എൻവിയോൺമെൻറ്റിനെ പറ്റിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞില്ലേ ആനിമൽസിൽ നമുക്ക് സെല്ലുകൾക്കിടയിൽ കാണുന്ന സ്പേസിൽ ഒരുപാട് ഫ്ലൂയിഡുകളുണ്ട്. അതിന് നമ്മൾ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്ന് പറയും. അതെന്താണ്? ഒരു ആനിമലിൻ്റെ ഇൻറ്റേർണൽ അകത്ത് കാണുന്ന എൻവിയോൺമെൻ്റ് ആണ് അല്ലേ? യെസ്, അത് ഒരു ആനിമലിൻ്റെ ഇൻറ്റേർണൽ എൻവിയോൺമെൻറ്റ് എന്താണ്? എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആണ്. അങ്ങനെയാണെങ്കിൽ പ്ലാന്റ്സിൻ്റെ എന്താണെന്നറിയാം നിങ്ങൾക്ക്? പ്ലാന്റ്സിൽ കുറച്ചധികം സാധനങ്ങളുണ്ട്. ഒരെണ്ണമല്ല, സെൽ വാളിൻ്റെ ഭാഗങ്ങൾ, അതേപോലെ അവിടെയുണ്ട് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. പിന്നെ ഈ പറഞ്ഞ സെല്ലുകൾക്കിടയിൽ കാണുന്ന എയർ സാക്കുകൾ. എന്തൊക്കെയാണ് വരുന്നത്? സെൽ വാളും അതിൻ്റെ കമ്പോണൻറ്റുകളും. അതെന്താ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട. സെൽ വാളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് വേറെ പഠിക്കാൻ. നിങ്ങൾ അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. സെൽ വാളും അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന കുറച്ച് കമ്പോണൻറ്റുകളുണ്ട്. പിന്നെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഉണ്ട്, എയർ സാക്കുകളുണ്ട് സെൽസിൻ്റെ ഇടയിലായിട്ട്. ഓക്കെ, അപ്പോൾ അത് പഠിക്കണം കേട്ടോ, ഇൻറ്റേർണൽ എൻവിയോൺമെൻറ്റിനെ പറ്റിയിട്ട്. ഇനി ഹോമിയോസ്റ്റാസിസ് എന്താണെന്ന് പറയുന്നുണ്ട്. എന്താണ് ഹോമിയോസ്റ്റാസിസ്? നമ്മുടെ ഇൻറ്റേർണൽ എൻവിയോൺമെൻറ്റ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് നിലനിന്നാൽ മാത്രമേ നമ്മുടെ ലൈഫ് ഉണ്ടാവുള്ളൂ. ഓക്കെ ആണോ? യെസ്, നമ്മുടെ ഇൻറ്റേർണൽ എൻവിയോൺമെൻറ്റിൻ്റെ കോമ്പോസിഷൻ എന്താണ്? അത് കൃത്യമായി എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരുന്നാലാണ് നമ്മുടെ ബോഡി എന്താണ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ മരിച്ചു കൂട്ടാം. അപ്പോൾ അതാണ് നമ്മുടെ ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഹോമിയോസ്റ്റാസിസ് നീഡ്സ് ടു ബി മെയിൻറ്റെയിൻഡ് ഫോർ എ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് മെറ്റാബോളിസം. അപ്പോൾ ഈ ഹോമിയോസ്റ്റാസിസ് കൃത്യമായി നിലനിന്നാൽ മാത്രമേ എന്താണ് നമ്മുടെ ബോഡിയിൽ മെറ്റാബോളിസം എല്ലാം നടക്കുകയുള്ളൂ ശരിയായിട്ട്. ഇതിലെന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ മെറ്റാബോളിസം നടക്കില്ല, നമ്മുടെ ബോഡി എന്തുണ്ടാവുക? ഒന്നുമില്ല, മരിച്ചു പോകും, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ ഇൻറ്റേർണൽ എൻവിയോൺമെൻറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇൻറ്റേർണൽ എൻവിയോൺമെൻറ്റിന് എന്തെങ്കിലും പ്രശ്നം, നമ്മുടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിനൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്ത് സംഭവിക്കുക? നമ്മൾ മരിച്ചു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പഠിച്ചത്? നമ്മൾ സെൽ മെംബ്രെയിൻ വഴിയുള്ള സാധനങ്ങൾ എങ്ങനെയാണ് കടന്നു പോകുന്നത് നമ്മൾ പഠിച്ചു. സെൽ മെംബ്രെയിൻ വഴി, പ്ലാസ്മ മെംബ്രെയിൻ വഴി കടന്നു പോകും. എങ്ങനെയാണ് ഈ കടന്നു പോകുന്നത്? വെറുതെ അങ്ങനെ കടന്നു പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിന് കുറച്ച് എന്താ പറയുക പ്രോസസ്സൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് അടുത്തത് പഠിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്, പഠിക്കണം. ഇത് നമുക്ക് ഫിഗേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫിഗേഴ്സ് പഠിക്കണം. ഓക്കെ, യെസ്. അപ്പോൾ അതെല്ലാവരും നോക്കി വെക്കണം. സെൽ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ നോക്കണം. ഇതൊക്കെ എന്താണെന്നറിയോ? ഈ കാണുന്നതെല്ലാതും ഇതൊക്കെ എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഈ മഞ്ഞ കളറിൽ കാണുന്ന ഈ സംഭവങ്ങൾ അതൊക്കെ ഒരേ ഇൻറ്റഗ്രൽ പ്രോട്ടീൻസ് ആണ് കേട്ടോ. അതൊക്കെ ഈ പ്രോട്ടീൻസ് വഴിയാണ് ചില സാധനങ്ങൾ കടന്നു പോവുക. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയാം. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം നമ്മുടെ ഓസ്മോസിസ് ആണ് കേട്ടോ. ഈ ഒരു എക്സ്പെരിമെൻറ്റും പിന്നെ അതേപോലെ തന്നെ ഇതെന്തായാലും ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം ഫിഗർ. എന്നിട്ട് അത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരും. എവിടെ നിന്ന് എങ്ങിട്ടാണ് വാട്ടർ ഫ്ലോ ചെയ്യുന്നത്? എങ്ങനെയാ? ഓസ്മോസിസ് ആണ് ഇവിടെ കാണിക്കുന്നത് അല്ലേ? വാട്ടർ മൂവ്മെൻറ്റ് എവിടെ നിന്നാണോ വെള്ളം കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ള സ്ഥലത്തിലോട്ടാണ്. ഇപ്പോൾ ഇവിടെ ഏതാണ്? എ ആണ് നമ്മുടെ പിങ്ക് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് വാട്ടർ മോളിക്യൂൾസ് കേട്ടോ. ഈ ഫിഗർ നോക്കിക്കേ, എയിൽ നിന്ന് ബിയിലോട്ടല്ലേ വാട്ടർ മൂവ് ചെയ്യുക? യെസ്, കൂടുതൽ വെള്ളമുള്ള സ്ഥലത്ത് നിന്ന് കുറവ് വെള്ളമുള്ള സ്ഥലത്തിലോട്ട് മൂവ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പോൾ ഓസ്മോസിസ് എന്താണെന്ന് കൃത്യമായി പഠിച്ചു വെക്കണം. ഇവിടെ കാണുന്ന ഫിനോമിനൻ എന്താണെന്ന് ചോദിക്കും. എന്താ എഴുതുക? ഓസ്മോസിസ്. എവിടെ നിന്ന് എങ്ങിട്ടാണ് വാട്ടർ ഫ്ലോ ചെയ്യാന്ന് ചോദിക്കും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു വെക്കണേ. ഓസ്മോസിസ് എന്ന് പറയുമ്പം അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം. ക്ലിയർ? ഓക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ വരുന്നത് എന്താ? ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ട് അല്ലേ? ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ട് പഠിക്കണം. ഓക്കെ.
ഫ്ലോ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് നോക്കിയിട്ട് വേണം പോവാൻ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, എക്സാമിന് വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റ് ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പഠിക്കുക. അത് മാത്രം പഠിച്ചാൽ പോരാ, ഈ ഫിഗേഴ്സ് കൂടെ നോക്കി പോകണം. എന്താ പറയുക, ചാനൽ പ്രോട്ടീൻസും കരിയർ പ്രോട്ടീൻസും അതിൻ്റെ മാർക്ക് ചെയ്യാനും എല്ലാം പഠിച്ചിട്ട് വേണം പോവാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് കഴിഞ്ഞാൽ വേഗം എന്ത് ചെയ്യുക, ഈ പറഞ്ഞതിൻ്റെ എല്ലാത്തിൻ്റെയും ഡെഫിനിഷൻസ് പഠിക്കുക, ഫിഗേഴ്സൊക്കെ ഒന്ന് വേഗം നോക്കുക. പിന്നെ എന്താ പറയുക, വേറൊരു ഇമ്പോർട്ടൻ്റ് സംഭവം നമുക്കൊരു ഈ ഒരു സംഭവം നിങ്ങൾ എന്തായാലും ഫുള്ള് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഇത് തല തിരിച്ചൊക്കെ ചോദിക്കും ഈ ഒരു ചാർട്ടിൽ നിന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ചാർട്ട് നന്നായിട്ട് പഠിക്കണം. എനർജി ആവശ്യമുള്ള പ്രോസസ്സ്, എനർജി ആവശ്യമില്ലാത്തത്. ഓക്കെ, ഫ്രം എ റീജിയൻ ഓഫ് ഹയർ ടു ലോവർ, അത് ഏതാ എന്ന് പറഞ്ഞേ. ഹയർ റീജിയൻ നിന്ന്, ഹയർ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്ത് നിന്ന് ലോവർ കോൺസെൻട്രേഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഓസ്മോസിസ്, കൂടുതൽ വെള്ളമുള്ളിടത്ത് നിന്ന് കുറവ്. അപ്പോൾ എന്താണ്, ഹയർ കോൺസെൻട്രേഷൻ നിന്ന് കുറവ്, ലോവർ കോൺസെൻട്രേഷൻ ഓസ്മോസിസ് വരും. അതേപോലെ ഡിഫ്യൂഷൻ വരും, ഫെസിലിറ്റേറ്റ് ഡിഫ്യൂഷൻ വരും. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വരില്ല, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നേരെ തിരിച്ചാണ്. ഓക്കെ, ലോവർ ടു ഹയർ ആണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. ഇപ്പം ഞാൻ മറ്റേ ക്ലാസ്സിലൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മല കയറൂലേ, മല അല്ലെങ്കിൽ മല കയറാനാണ് എളുപ്പം, മല ഇറങ്ങാനാണ് എളുപ്പം? ഇറങ്ങാനല്ലേ എളുപ്പം, പ്രത്യേകിച്ച് എനർജി ഒന്നും വേണ്ട അല്ലേ, വേഗം നമുക്ക് ഇറങ്ങാം. പക്ഷെ കയറാനോ നല്ല ബുദ്ധിമുട്ടല്ലേ. അപ്പം ലോവർ ടു ഹയർ എന്താവശ്യമാണ്, എനർജി ആവശ്യമാണ് അല്ലേ. അപ്പം ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് എന്ത് വേണം, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എങ്ങനെ നടക്കണേ, ലോവർ ടു ഹയർ അല്ലേ. ലോവർ ടു ഹയർ എന്ന് പറയുമ്പം ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ് എക്സാമ്പിൾ വരുന്നത്. അപ്പോൾ അവിടെ എന്ത് വേണം, എനർജി ആവശ്യമാണ്. അപ്പോൾ എനർജി റിക്വയേർഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമ്മുടെ എന്ത്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. പഠിച്ചില്ലേ. അപ്പോൾ ലോവർ ടു ഹയർ ആണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, അതിന് എനർജി ആവശ്യമാണ്. ബാക്കി നമ്മൾ പഠിക്കാനുള്ളതെല്ലാം എന്ത് തന്നെയാണ്, ഹയർ ടു ലോവർ ആണ്. മല ഇറങ്ങുന്ന പോലെ എനർജി ആവശ്യമൊന്നുമില്ല. ഏതൊക്കെ ഓസ്മോസിസ് ആയാലും ഡിഫ്യൂഷൻ ആയാലും ഫെസിലിറ്റേറ്റ് ഡിഫ്യൂഷൻ ആയാലും. ക്ലിയർ? ഓക്കെ, വെള്ളത്തിന് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. ഏതാണ്, ഓസ്മോസിസ്. നമ്മൾ പറഞ്ഞില്ലേ ഓസ്മോസിസിൽ വാട്ടർ മൂവ്മെൻറ്റ് മാത്രം നമ്മൾ നോക്കുന്നത്. പിന്നെ കരിയർ പ്രോട്ടീൻസ് ആവശ്യമുള്ളത് ഏതാണെന്നറിയോ, ഫെസിലിറ്റേറ്റ് ഡിഫ്യൂഷൻ. ഓക്കെ, അതിന് മാത്രമേ ഈ പറഞ്ഞ കരിയർ പ്രോട്ടീൻസ് ആവശ്യമുള്ളൂ. ബാക്കിയുള്ളതിനൊന്നും കരിയർ പ്രോട്ടീൻസ് ആവശ്യം ഇല്ല, നോട്ട് റിക്വയേർഡ്. ക്ലിയർ ആയോ? അപ്പോൾ ഇതെന്തായാലും നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോവാൻ ഈ പറഞ്ഞ ഫ്ലോ ചാർട്ട്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത് നോക്കേണ്ടത് നമ്മുടെ ഫോട്ടോസിന്തസിസ്. ആ ഒരു സംഭവം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതിൽ ഈ ഒരു ഫിഗർ കുറച്ച് നന്നായി നോക്കിയിട്ട് പോകണം കേട്ടോ. ഈ ഒരു ഫിഗർ എന്താണ്, ഈ താഴെ കാണുന്ന, മുകളിൽ കാണുന്നതും താഴെ കാണുന്ന ഈ പറഞ്ഞ സെല്ലുകളില്ലേ, ഇത് ഇങ്ങനെ ഇരിക്കുന്ന സെല്ല്, അതിനാണ് നമ്മൾ എപ്പിഡെർമൽ സെൽസ് എന്ന് പറയുക. എന്താണ് എപ്പിഡെർമൽ സെൽസ്? ഇങ്ങനെ ഇരിക്കുന്ന സെൽസ് ഇല്ലേ, പാലിസൈഡ് സെൽസ് എന്ന് പറയുക. അതിന് നമ്മൾ മീസോഫിൽ സെൽസ് എന്നാണ് പറയുക. ഇത് മൊത്തത്തിൽ എന്ത് പറയും, മീസോഫിൽ സെല്ലുകൾ. പിന്നെ ഇവിടെ കാണുന്ന കുഞ്ഞി ഓപ്പണിംഗ് പോലുള്ളതാണ് സ്റ്റൊമാറ്റ. അപ്പം സെല്ലുകളുടെ പേര് പഠിച്ചില്ലേ, എപ്പിഡെർമൽ സെല്ലുകൾ, ഇടയിൽ കാണുന്നത് മീസോഫിൽ സെൽസ്, സ്റ്റൊമാറ്റയും ഉണ്ട് ലീഫിൽ. ക്ലിയർ? ഓക്കെ, അപ്പോൾ അത് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ് പഠിക്കാനുണ്ട്. ക്ലോറോപ്ലാസ്റ്റിലാണ് എന്ത് സംഭവിക്കുന്നത്, എന്ത് നടക്കുക, യെസ്, ഫോട്ടോസിന്തസിസ്. ക്ലോറോപ്ലാസ്റ്റിനൊരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, കാണാനില്ലേ? യെസ്, ഔട്ടർ മെംബ്രെയിനകത്ത് കാണുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും ഉണ്ട്. ഓക്കെ, ഇനി സ്ട്രോമ എന്ന് വെച്ചാൽ എന്താണ്, സ്ട്രോമ അതിനകത്ത് കാണുന്ന ഒരുപാട് ഫ്ലൂയിഡ് ഉണ്ട്, അതിനെയാണ് നമ്മൾ സ്ട്രോമ എന്ന് പറയുക. ഇനി അവിടെ കാണുന്ന തൈലകോയിഡ്സ് അല്ലേ, മെംബ്രെയിൻ സാക്ക്, ഇതിങ്ങനെ ഒരു കോയിൻ പോലെ കാണുന്നതാണ് തൈലകോയിഡ്സ്. ഒരുപാട് കോയിൻസ് അടക്കി വെച്ച പോലെ കാണുന്നതാണ് ഗ്രാനയിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക, ക്ലോറോഫിൽ. ക്ലിയർ ആയോ? അപ്പോൾ ഇതൊക്കെ ഒന്ന് വേഗം ഓടിച്ച് നോക്കിയിട്ട് പോകണം. ഫോട്ടോസിന്തസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ഫോട്ടോസിന്തസിസ് സംഭവിക്കുക, ഒന്നുമില്ല, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, ഓക്സിജൻ പുറത്തേക്ക് വിടുന്നുണ്ട്, സൺലൈറ്റ് ആവശ്യമാണ്, വാട്ടർ ആവശ്യമാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണ്. ഇത് ഗ്രാനിയ നിങ്ങൾക്ക് അറിയാലോ. യെസ്,
ഈ ഫ്ലൂയിഡ് പോലെ കാണുന്നത് സ്ട്രോമ എന്നറിയാലോ, ഗ്ലൂക്കോസാണ് ഉണ്ടാവുന്നത് അറിയാലോ, എ ടി പിയും ഹൈഡ്രജനൊക്കെ ആവശ്യമാണ്. ഓക്കെ, എ ടി പി ഒക്കെ വേണമെന്നറിയാം. എ ടി പി എന്താണ്? എ ടി പി എനർജി അല്ലേ? ഈ പ്രോസസ്സ് നടക്കാൻ ആവശ്യമായിട്ടുള്ള എനർജി കറൻസിയാണ് എ ടി പി. ലൈറ്റ് ഫേസ് ഉണ്ട്, ഡാർക്ക് ഫേസ് ഉണ്ട്. ഫോട്ടോസിന്തസിസ് 2 ഫേസ് ആയിട്ട് നടക്കുന്നത്. ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ലൈറ്റ് ഫേസ് എവിടെയാണ് നടക്കുന്നത്? ഗ്രാനയിൽ. ഡാർക്ക് ഫേസ് എവിടെയാണ് നടക്കുന്നത്? സ്ട്രോമയിൽ. ഡാർക്ക് ഫേസിന് ലൈറ്റ് വേണോ? വേണ്ട, ലൈറ്റ് അധികം വേണ്ട. പക്ഷേ ലൈറ്റ് ഫേസിന് ലൈറ്റ് വേണം. ആ പേര് കേട്ടാൽ തന്നെ പറയാം. ലൈറ്റ് ഫേസിൽ എന്താ സംഭവിക്കുക? വാട്ടർ സ്പ്ലിറ്റ് ആവും അല്ലേ? വാട്ടർ അങ്ങ് 2 കഷ്ണാവും. എന്തൊക്കെയായിട്ട് മാറും? ഹൈഡ്രജനും ഓക്സിജനും ആവും. ഓക്കെ, ഇനി ഇവിടെ വാട്ടർ സ്പ്ലിറ്റ് ആയിക്കഴിഞ്ഞാൽ ഓക്സിജൻ ആവൂലേ? അപ്പം ആ ഓക്സിജൻ അങ്ങ് പുറത്തേക്ക് വിടും. അപ്പോൾ ഏത് ഫേസിലാണ് ഓക്സിജനെ പുറത്തേക്ക് വിടുന്നത്? ലൈറ്റ് ഫേസിൽ. എന്നിട്ട് നമ്മുടെ ഹൈഡ്രജൻ അവിടെ ബാക്കിയായി. ഹൈഡ്രജൻ എവിടേക്ക് പോവും? നേരെ സ്ട്രോമയ്ക്ക് പോവും. ഓക്കെ, നമ്മുടെ ഹൈഡ്രജൻ നേരെ അങ്ങ് സ്ട്രോമയ്ക്ക് പോവും. എ ടി പി എവിടെയാണ് ഉണ്ടാവുന്നത്? എ ടി പി ഉണ്ടാവുന്ന ഫേസ് ഏതാ? ലൈറ്റ് ഫേസ് ആണോ ഡാർക്ക് ഫേസ് ആണോ? ലൈറ്റ് ഫേസ്. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പഠിക്കുക. നമ്മുടെ ഓക്സിജൻ ഉണ്ടാവുന്ന ഫേസും എ ടി പി ഉണ്ടാവുന്ന ഫേസ് ഏതാണ്? ലൈറ്റ് ഫേസ് ആണ്. ഇവിടെ ഉണ്ടായിട്ടുള്ള ഹൈഡ്രജൻ നേരെ സ്ട്രോമയ്ക്ക് പോവും. അവിടെയാണ് സ്ട്രോമയിലാണ് ഡാർക്ക് ഫേസ് നടക്കുക. എ ടി പി ഉണ്ടാവും. എ ടി പിനെയും ഡാർക്ക് ഫേസ് നടത്താൻ വേണ്ടിയിട്ട് കൊടുക്കും. എനർജി വേണമല്ലോ. സ്ട്രോമയിലാണ് ഡാർക്ക് ഫേസ് നടക്കുക. ലൈറ്റ് യൂസ് ചെയ്യുന്നില്ല. ഹൈഡ്രജൻ കിട്ടിയിട്ടുണ്ട്, എ ടി പി അവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ? അതാണ് നമ്മൾ ഡാർക്ക് ഫേസ് നടക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അവിടെ കിട്ടിയിട്ടുള്ള ഹൈഡ്രജനും നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡും കൂടെ കൂടിച്ചേർന്ന് എന്തായിട്ട് മാറി? യെസ്, ഗ്ലൂക്കോസ് ഉണ്ടായി. അപ്പോൾ ഗ്ലൂക്കോസ് ഉണ്ടാവുന്ന ഫേസ് ഏതാ? ഡാർക്ക് ഫേസ്. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് കേട്ടോ അത് പഠിക്കേണ്ടത്. ഇനി അതിൻ്റെ ഒരു ടേബിളൊക്കെ ഉണ്ട്, നിങ്ങളത് വേഗം ഒന്ന് പഠിച്ചാൽ മതി. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടുള്ളത്. ഇതൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോകണം കേട്ടോ. ഈ ഒരു സംഭവം അത് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് ന്യൂട്രിയൻസിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. ഇതിനെ പറ്റിയിട്ടാണ് ഞാൻ മറ്റേ ക്ലാസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. ക്ലാസ്സിൽ നിന്ന് വേഗം കാണാൻ പറ്റുന്ന ഒരു 2x ഒക്കെ ഇട്ട് കണ്ടോ? ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഫസ്റ്റ് ചാപ്റ്റർ. സിമ്പിൾ അല്ലേ? ഫസ്റ്റ് ചാപ്റ്റർ ഇത്രയുള്ളൂ. അവസാനത്തെ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണല്ലോ. മാംഗ്രൂവ്സ്. ഇതൊന്ന് വേഗം നോക്കി പോണേ. ഇതെന്തായാലും ചിലപ്പോൾ എന്താ പറയുക, മാംഗ്രൂവ്സിൻ്റെ ഇമ്പോർട്ടൻസോ എന്തിനാണത് സംരക്ഷിക്കേണ്ടതോ പ്രകൃതി സംരക്ഷണ പോസ്റ്റേഴ്സോ അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? പോസ്റ്റർ ഉണ്ടാക്കാനുള്ള അത് പഠിക്കുക. പൊല്യൂഷനെ പറ്റിയിട്ടോ അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ പഠിച്ചില്ലെങ്കിൽ നിങ്ങളത് എഴുതിക്കോളും. ലെറ്റസ് അസസിലെ ക്വസ്റ്റ്യൻസ് വേഗം ഡിസ്കസ് ചെയ്ത് പോകണം. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളോ, 3 എണ്ണേ ഉള്ളോ, അത് നോക്കി പോവാം. ക്ലിയർ? സിമ്പിളല്ല. ഒന്നാമത്തെ ചാപ്റ്റർ സെറ്റ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഒരുവിധം സെറ്റായി, മനസ്സിലായി, റിവൈസൊക്കെ ചെയ്തുവെങ്കിൽ എന്താ പറയുക, ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വെക്കണേ. ഓക്കെ, ബൈ.